തൊഴിൽ പീഡന പരാതി ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത അമ്മ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ തുടങ്ങി. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും അടക്കം പങ്കെടുക്കുന്നുണ്ട്. ആരോപണ വിധേയനായ ഉണ്ണി ശിവപാൽ ഓൺലൈനായി പങ്കെടുക്കും. ജീവനക്കാരിക്ക് പുറമെ ഒരാൾ കൂടി തൊഴിൽ പീഡനം ആരോപിച്ച് രംഗത്തെത്തി. ശമ്പളം തടഞ്ഞു എന്നാരോപിച്ചാണ് അമ്മ ഓഫീസിലെ മുൻ ജീവനക്കാരൻ അപ്പു നോർത്ത് പോലീസിന് പരാതി നൽകിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വന്നതിന് പിന്നാലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ കരുതിയതാണ്. അതായത് സ്ത്രീകൾ തൊഴിലിടത്ത് നേരിടുന്ന ചൂഷണങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അറുതി ഉണ്ടാകുമെന്ന്. പക്ഷേ ഇന്നലെ ഒരു യുവതി, അതായത് ഫ്രണ്ട് ഓഫീസിലെ ജീവനക്കാരിയായിട്ടുള്ള യുവതി പരാതി നൽകുന്നു. ഇന്നൊരു അപ്പു എന്ന ജീവനക്കാരൻ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നു. അതിനിടെയാണ് ഈ യോഗ. അതായത് നേരത്തെ ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും അത് കാര്യമായി ഗൗനിച്ചില്ല എന്ന് ഇന്നലെ യുവതി പരാതി നൽകിയ ആക്ഷേപം ഉന്നയിച്ചതാണ്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? അമ്മ യോഗത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമോ? ടോം, ഇന്നലെ ആയിരുന്നു അതുല്യ എന്ന ഫ്രണ്ട് ഓഫീസിലെ ജീവനക്കാരെ പരാതി നൽകിയത്. പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനുശേഷം തന്റെ പക്കലുള്ള തെളിവുകളെല്ലാം തന്നെ പോലീസിനെ കാണിച്ചിട്ടുണ്ടെന്നാണ് നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ സംഘത്തെ കണ്ടതിന് ശേഷം യുവതി മാധ്യമങ്ങളോടായി പ്രതികരിച്ചത്. പക്ഷേ പോലീസ് അതിൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഉടനെ തന്നെ അന്വേഷണം ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് അതായത് ഈ അതുല്യയ്ക്ക് മുൻപ് ആ ഫ്രണ്ട് ഓഫീസിൽ ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന അപ്പു പരാതി നൽകിയിരിക്കുന്നത്. നോർത്ത് പോലീസിൽ തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതിൽ പറയുന്നത് തന്റെ ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ ആരോപണ വിധേയരായിട്ടുള്ളത് ഇവർ രണ്ടുപേരും തന്നെയാണ്. ട്രഷറായിട്ടുള്ള ഉണ്ണി ശിവപാലും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനും. ഇവർക്കെതിരെ തന്നെയാണ് അപ്പു പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് പ്രകാരം 8 മാസമായി താൻ അവിടെ ജോലി ചെയ്യുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ തന്നെ യാതൊരു കാരണവും കൂടാതെ പിരിച്ചുവിടുന്നു. വലിയ മാനസിക സമ്മർദ്ദമാണ് ഈ ജോലിയിടത്ത് ഉള്ളത്. ഇരുവരും ചേർന്ന് തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നാണ് അപ്പുവിന്റെ പരാതിയിലുമുള്ളത്. അതിനുശേഷമാണ് അതുല്യെ ആ പോസ്റ്റിലേക്ക് പിന്നീട് നിയമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സമാനമായ ആരോപണം തന്നെയാണ് അതുല്യയും ഉന്നയിക്കുന്നത്. എന്തായാലും ഈ 2 പരാതികൾ നോർത്ത് പോലീസിന്റെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അമ്മ ഓഫീസിൽ ഇന്ന് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത്. രാവിലെ തന്നെ കുക്കു പരമേശ്വരൻ എത്തിയിരുന്നു. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ എത്തിയിരുന്നു. 11 മണിയോടുകൂടിയാണ് ശ്വേതാ മേനോനും എത്തിയത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ എത്തി മീറ്റിംഗ് ആരംഭിച്ചു. അതിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ വിഷയമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 ജീവനക്കാരും ആരോപണം ഉന്നയിക്കുന്നത്, പരാതി നൽകുന്നതെന്നായിരിക്കും പ്രസിഡന്റ് പ്രധാനമായും അന്വേഷിക്കുക. ഒപ്പം ഉണ്ണി ശിവപാൽ വിദേശത്തായതിനാൽ ഓൺലൈനിലൂടെയായിരിക്കും ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മറ്റൊരു, അതായത് അപ്പു എന്ന ഒരു മുൻ ജീവനക്കാരൻ കൂടി പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് ആ പരാതിയിൽ പറയുന്നത്? അപ്പുവിൻ്റെ പരാതിയിൽ എന്താണ് പറയുന്നത്? സമാനമായ രീതിയിൽ തന്നെയുള്ള തൊഴിൽ ചൂഷണമാണോ? അതായത് ഒരു അടിമയെ പോലെയാണ് അമ്മയിലെ ഭാരവാഹികൾ, പ്രത്യേകിച്ചും ഉണ്ണി ശിവപാൽ, അമ്മയുടെ ട്രഷറർ, അതോടൊപ്പം കുക്കു പരമേശ്വർ ഉൾപ്പെടെയുള്ളവർ പെരുമാറുന്നത് എന്ന രീതിയിലുള്ള ആക്ഷേപം ഇന്നലെ ഉയർന്നു വന്നതാണ്. അപ്പുവിൻ്റെ പരാതിയിൽ എന്താണ് പറയുന്നത്? അപ്പുവിന്റെ പരാതിയിൽ പ്രധാനമായും പറയുന്നത് തന്റെ ശമ്പളം തടഞ്ഞു വെച്ചു എന്നുള്ളതാണ്. അകാരണമായി തടഞ്ഞു വെച്ചു. 8 മാസമായി അമ്മ ഫ്രണ്ട് ഓഫീസിലെ ജീവനക്കാരനായി ജോലി ചെയ്യുകയാണ്. തന്റെ ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഉണ്ണി ശിവപാലിൽ നിന്നും വളരെ മോശമായിട്ടുള്ള രീതിയിലെ പെരുമാറ്റമാണ് പലപ്പോഴും നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതിൽ കുക്കു പരമേശ്വരൻ അത് ഒത്താശ ചെയ്യുന്നു. ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കുക്കു പരമേശ്വരനോട് ഇത് പരാതി പറയുമ്പോൾ ഉണ്ണി ശിവപാലിനെ പിണക്കാതെ നിന്നാൽ മാത്രമേ ഈ ഓഫീസിൽ ജോലി ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന മറുപടിയാണ് കുക്കു പരമേശ്വരൻ പറയുന്നത്. പക്ഷെ ഉണ്ണി ശിവപാൽ ആയിക്കോട്ടെ ഈ ജോലി സമയം കഴിഞ്ഞിട്ടും വിളിച്ചു വരുത്തുന്നു, അമിതമായിട്ടുള്ള ജോലി ചെയ്യിപ്പിക്കുന്നു, ക്ലീനിങ് സ്റ്റാഫുകൾ ചെയ്യേണ്ട ജോലി ഉൾപ്പെടെ തങ്ങളെ ഏൽപ്പിക്കുന്നു എന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഉണ്ണി ശിവപാൽ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വിദേശത്താണെന്നാണ് പറയുന്നത്. കുക്കു പരമേശ്വരൻ ഇന്നലെ മാധ്യമങ്ങളോടായി നമ്മൾ വിളിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, അത് ഈ ജീവനക്കാർ അവരുടെ ജോലി കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് പിരിച്ചുവിടുന്നത്, മറിച്ച് ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം വ്യാജമാണെന്നാണ് കുക്കു പരമേശ്വരന്റെ വിശദീകരണം. എന്തായാലും 2 പേരും പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനും അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ പരാതി നൽകിയിട്ടുണ്ടെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്.
ഈ പരാതിയിലും ഈ ഉണ്ണി ശിവപാലിൽ നിന്നും മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റമുണ്ടായി. ഒരു അടിമയെ പോലെയാണ് ഉണ്ണി ശിവപാൽ പെരുമാറിക്കുന്നത് അല്ലെങ്കിൽ തങ്ങളോട് പെരുമാറുന്നതെന്നാണ് സെക്യൂരിറ്റി ജീവനക്കാരന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. എന്തായാലും ഇതെല്ലാം വിശദമായി പരിശോധിക്കുന്നത് തന്നെയാണ് ഇന്ന് യോഗം ചേരുന്നത്. ഈ അതുല്യ അടക്കം പറയുന്നത് ഈ പരാതികളൊന്നും ശ്വേതാ മേനോൻ അറിയില്ലായിരുന്നു. ശ്വേതാ മേനോനോട് പറഞ്ഞാൽ ജോലി പോകുമെന്ന് കുക്കു പരമേശ്വരൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് അതുല്യ അടക്കം ഇന്നലെ വ്യക്തമാക്കിയത്. പക്ഷെ വൈകിയാണ് ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഇക്കാര്യങ്ങളെല്ലാം ശ്വേതാ മേനോൻ പ്രസിഡന്റായിട്ടുള്ള ശ്വേതാ മേനോൻ അറിയുന്നതെന്ന് കൂടി അതുല്യ പറയുന്നുണ്ട്. താൻ ഈ പോലീസിൽ പരാതി നൽകിയെന്നറിഞ്ഞതോടുകൂടി ശ്വേതാ മേനോൻ തന്നെ വിളിക്കുകയും തന്നോട് എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറയാതിരുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാണ് അതുല്യ പറയുന്നത്. എന്തായാലും ഇന്നത്തെ യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷം കൂടുതൽ നടപടികളിലേക്ക് സംഘടന കടക്കുമോ അല്ലെങ്കിൽ ഇവർക്കെതിരെ ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന ശമ്പളം നൽകുമോ, അതുല്യക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ എന്തെങ്കിലും നടപടി ഇവർക്കെതിരെ ഉണ്ടാകുമോ ഇതൊക്കെയാണ് ഉറ്റുനോക്കുന്നത്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.